കേരള രാഷ്ട്രീയത്തിനെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന തരത്തിലായിരുന്നു പത്മജ വേണുഗോപാലിന്റെ പാർട്ടി മാറ്റം. പത്മജ വേണുഗോപാലിന് പിന്നാലെ ബി.ജെ.പിയിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്ക് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് നേതാവും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റുമായ പത്മിനി തോമസ്, മുൻ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് എന്നിവർ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുകയാണ്. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പി അംഗത്വം എടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരു നേതാക്കളുടെയും ബി.ജെ.പി പ്രവേശനം. തിരുവനന്തപുരത്ത് ബി.ജെ.പി തിരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലും ഇരുവരും പങ്കെടുത്തിരുന്നു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ, കെ സുരേന്ദ്രൻ, മറ്റ് സംസ്ഥാന നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. പാർട്ടിയിൽ പരിഗണനകൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് പത്മിനി തോമസ് ബി.ജെ.പി പ്രവേശനം നടത്തിയതെന്നാണ് വിവരം. UDF സർക്കാരിന്റെ കാലത്തായിരുന്നു പത്മിനി തോമസ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായത്. മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടി, കെ കരുണാകരൻ എന്നിവരുമായി അടുത്ത ബന്ധമാണ് പത്മിനി തോമസിനുണ്ടായിരുന്നത്. KPCCയുടെ കായിക വേദിയുടെ സംസ്ഥാന പ്രസിഡന്റായും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയുടെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പത്മിനിയെ പരിഗണിച്ചുവെങ്കിലും പിന്നീട് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. ലീഡർ കെ കരുണാകരന്റെ സന്തത സഹചാരിയും DCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന തമ്പാനൂർ സതീഷ് നേരത്തെ തന്നെ കോൺഗ്രസ് വിട്ടിരുന്നു. എന്നാൽ മറ്റു പാർട്ടിയിലേക്ക് ചേരാനില്ലെന്നാണ് അദ്ദേഹം അറിയിച്ചത്. മാത്രമല്ല, KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ നേരത്തെ സതീഷ് ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. സമീപകാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചാ വിഷയമാകുന്നുണ്ട് കോൺഗ്രസുകാരുടെ പ്രവർത്തികൾ. വടകരയിൽ ചർച്ചകൾക്കൊടുവിൽ അവസാന നിമിഷത്തിലാണ് സ്ഥാനാർത്ഥി മാറിപ്പോയത്. പാർട്ടിക്ക് നഷ്ടമായത് ലക്ഷക്കണക്കിന് രൂപയുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അച്ചടിച്ചു കൂട്ടിയ പോസ്റ്ററുകൾ ഇനി ഉപയോഗശൂന്യമായി തുടരും. ഒന്ന് മങ്ങി നിന്ന കോൺഗ്രസിന്റെ മുഖച്ഛായ പൊടി തട്ടിയെടുക്കാനുള്ള ലക്ഷ്യവുമായി എത്തിയ സമരാഗ്നി യാത്രയുടെ സമാപന സമ്മേളനം ഒടുവിൽ വിനയായി മാറുകയും ചെയ്തിരുന്നു. DCC പ്രസിഡന്റ് പാലോട് രവിയുടെ കൈകൊട്ടിയുള്ള ദേശീയ ഗാനമായിരുന്നു പിന്നീടുള്ള വൈറൽ വീഡിയോ. മുതിർന്ന നേതാവിന്റെ പേരുമാറി സുധാകരൻ സുരേന്ദ്രനായതും വാർത്തയായതാണ്. വാർത്തയിൽ ഇടം നേടി. ന്യായീകരണവുമായി നേതാക്കൾ എത്തുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ പ്രതാപകാലം തിരിച്ചുപിടിക്കാനാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.